ഫോറിൻ പ്ലാനറ്റ് ആയിട്ടുള്ള ഫോറിൻ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന മൂണിന്റെ നോർത്ത് നോഡാണ് 8 നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ. അഷ്ടമഭാവം എന്ന് പറയുന്നത് സെൽഫിന്റെ നാശഭാഗമാണ്. ലഗ്നം എന്ന് പറയുന്നത് സെൽഫാണെങ്കിൽ 8 എന്ന് പറയുന്ന മരണഭാവമാണ്. അപ്പം മരണം എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ അഷ്ടമം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതിൽ രഹസ്യം എന്നൊരർത്ഥമുണ്ട്. അപ്പം രഹസ്യഭാവങ്ങളും നമ്മളുടെ എത്തിക്സ്, അതേപോലെ നമ്മൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ ഉൾക്കാര്യങ്ങൾ, മരണം പോലെ രഹസ്യമായിട്ടുള്ള വേറെ ഒരു കാര്യമില്ല. കാരണം മരണത്തെ തിരിച്ചറിയുക, മരണത്തിൻ്റെ കാര്യം അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര പാട്. അപ്പം അത്രയും രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാവമാണ് സംഹാര സ്ഥാനം എന്നും കൂടി പറയും. ശിവസ്ഥാനമാണല്ലേ, സംഹാരരുദ്രന്റെ ഭാവമാണ് അഷ്ടമം, യമധർമ്മദേവന്റെ ഭാവമാണ് അഷ്ടമം എന്നൊക്കെ പല അസ്ട്രോളജേഴ്സ് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പം അവിടെ ആത്മാവിൻ്റെ കാരകനായിട്ടുള്ള രവിയുടെ ശത്രുവായിട്ടുള്ള നോഡ്, അതായത് രാഹു നിൽക്കുമ്പം ആ ഭാവത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. സ്വരഭാനു എന്ന് പറയുന്ന അസുരനാണ് വാസ്തവത്തിൽ അമൃത് ഭുജിക്കാൻ വരുന്നത്. അപ്പോൾ ഈ സ്വരഭാനു ദേവന്മാരുടെ രൂപത്തിൽ ദേവസദസ്സിലേക്ക് കയറുമ്പം ഇവരെ കാണിച്ചു കൊടുക്കുന്നത് സൂര്യചന്ദ്രന്മാരാണ്. ചന്ദ്രനാണ് പ്രത്യേകിച്ച് കാണിച്ചത്. ഇവർക്ക് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വരഭാനുവിന് എത്ര വേഷം കെട്ടിയാലും എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണും. ആ റിയാലിറ്റി എന്ന് പറയും. സ്വരഭാനു 2 നാക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ അമൃത് ഭുജിച്ച് സുദർശനമാകുന്ന ചക്രം കൊണ്ട് തൻ്റെ തല പോയപ്പം മരണം സംഭവിക്കുകയോ ചെയ്തില്ല, കാരണം അമൃത് ഭുജിച്ചല്ലോ. അപ്പം മരണവുമില്ല, എന്നാൽ 2ആയി പോവുകയും ചെയ്തു. അപ്പം അഷ്ടമത്തിൽ നിൽക്കുന്ന, മരണസ്ഥാനത്ത് നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ആയുസ്സുണ്ടെങ്കിൽ മായാപ്രഭാവത്തിൽ, ഡിലൂഷൻസിൽ പെട്ടുപോവുക, ആങ്സൈറ്റി, അതുപോലെ തന്നെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിമിത്തം ട്രാജഡി, കൺഫ്യൂഷൻ, ഗ്രീഡി ആയിട്ടുള്ള അവസ്ഥകൾ. 7ാം ഭാവം പാർട്ട്ണർ ആണെങ്കിൽ അഷ്ടമഭാവം ചില രഹസ്യഭാര്യങ്ങളെക്കുറിച്ചും ഭൗതികപരമായിട്ടുള്ള ചില രഹസ്യഭാവങ്ങളെക്കുറിച്ചും പറയുന്നൊരു ഭാവമാണ്. അവിടെ രഹസ്യസ്ഥാനത്ത് രാഹു നിൽക്കുമ്പം നമുക്ക് വളരെ അനുഭവത്തിലുള്ള കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഡനായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ്, അത് ഭയങ്കര ഡീപ്ലി ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സഡൻ ഒബ്സ്റ്റക്കിൾസ് അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദശ അപഹാരം, പ്രത്യേകിച്ച് 8ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശ അങ്ങോട്ട് കയറുന്നതിന് മുമ്പോ പിൻപോ ഇത് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്കൽ സയൻസിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇവർ ഫോളോ ചെയ്യും അല്ല, ഇവർക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇവരിതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് തർക്കിക്കാൻ വേണ്ടിയെങ്കിലും ഈ വിഷയം പഠിച്ചു വെക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മെൻറ്റാലിറ്റി, 8ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ഒരു വേറൊരു സ്വഭാവമാണ് ഇൻവെസ്റ്റിഗേഷൻ മെൻറ്റാലിറ്റി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 എന്ന് പറയുന്ന ഹൗസ് ഓഫ് റിസർച്ചാണ്. റിസർച്ചിൻ്റെ ഭാവമായതുകൊണ്ട് തന്നെ രാഹു 8ൽ നിൽക്കുമ്പം ആരും കാണാത്തത് കാണാനുള്ള കഴിവും. ഇത് പലപ്പോഴും സ്റ്റക്കായി പോകുന്നത് എവിടെയാണെന്ന് അറിയോ? ഇവർ പോസിറ്റീവായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവർക്ക് സ്റ്റക്കായി പോകുന്നത് എവിടെയാണെന്ന് അറിയോ? സ്റ്റക്ക് ഓൺ നെഗറ്റീവ് തോട്ട്സിൽ പെട്ടുപോകും. അതുപോലെ തന്നെ 8ൽ നിൽക്കുന്ന രാഹുവിന് ഈ ഗാംബ്ലിങ്ങിനോടും ലോട്ടറിയോടും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിനോടും അതുപോലെ തന്നെ ടാക്സബിൾ അല്ലാത്ത, ടാക്സ് കൊടുക്കേണ്ടാത്ത ഒരുപാട് പരിപാടികളോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. അതിനുള്ള വളഞ്ഞ വഴികളൊക്കെ ഇവർക്ക് അറിയാമായിരിക്കും. അതായത് രവിയുടെ നാശസ്ഥാനം, രവി സർക്കാരാണ്, രവി റോയലിറ്റിയാണ്, രവി രാജകീയതയാണ്. ഇതിൻ്റെ എതിരെ ഉള്ള ഭാവമാണ് രവിക്ക്. സോളിൻ്റെ നാശസ്ഥാനമാണ് അഷ്ടമം. അതിൻ്റെ കാരകൻ ആരാണ്? ശനിയാണ്. രവിയുടെ ശത്രുവാണ് ശനി. അതുപോലെ തന്നെ ആ ഭാവത്തിൽ രാഹു വരുമ്പം ഈ രവിയുടെ കാരകത്വത്തിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നിന്ന് മാറിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാൻഡൽസ് ആൻഡ് ഹ്യൂമിലേഷൻസ്, അതേപോലെ തന്നെ സഡൻ ചേഞ്ചസ് ലൈഫിലെ ചിലവർ പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് വല്ലാത്തൊരു പേഴ്സണൽ ഗ്രോത്ത് അവർക്ക് വന്നിട്ട് വലിയ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് മാറുന്ന അനുഭവങ്ങളും, അതുപോലെ തന്നെ ഇൻറ്റൻസ് ഇമോഷൻസും ഡിസയറുകളിലൊക്കെ വലിയ ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ഇടപെടുന്നത്, ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിലൊക്കെ ആണെങ്കിലും ചിലപ്പം ഇവർക്കൊരു ഫിയർ ഉണ്ടായിരിക്കും, എപ്പോഴൊരു ഭയം. എന്തിനെങ്കിലും ഇപ്പോൾ ഫാമിലിയെ ആലോചിച്ചായിരിക്കാം, അല്ലെങ്കിലും കുട്ടികളുടെ സ്റ്റഡീസിനെ ആലോചിച്ചായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സാമ്പത്തികം, കുടുംബം, ഇതിനെയൊക്കെ ആലോചിച്ചായിരിക്കാം. അപ്പോൾ എപ്പോഴും ഒരു ട്രോമ, ഒരു ഫിയർ, എപ്പോഴും ഒരു പേടി ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു ഭയം അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ
ഡിപ്രഷൻ. അഷ്ടമത്തിലെ രാഹു 22-ാം രേഖാണാധിപനിലെ മാരഗ്രഹങ്ങളുമായിട്ടും ബാധകാധിപനുമായിട്ടൊക്കെ ബന്ധം വരികയാണെങ്കിൽ ഇവർക്ക് കെട്ടിഞ്ഞാന്ന് മരിക്കാനും ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ട് ഒരു സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഇവർക്ക് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 8-ാം ഭാവം എന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി ആൻഡ് ഇൻറ്റിമസി എന്നാണ്. അതായത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയും. വിവാഹമോ അല്ലെങ്കിൽ പ്രണയമോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരാളുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ 8th ഹൗസ് നമ്മുടെ സെക്ഷുവാലിറ്റിയുടെ രീതികളെ, നമ്മുടെ ഇൻറ്റിമസിയും, ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ബോണ്ടും, സീക്രട്ടും, ഇപ്പം വളരെ പേഴ്സണലായിട്ടുള്ള പ്രണയം, ആരും അറിയാതെ രണ്ട് വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ വളരെ നടന്നു പോകുമ്പം ചിലപ്പോൾ പരസ്പരം ഇവർ തമ്മിൽ സൗഹൃദമുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. പക്ഷേ ഇവരുടെ ഉള്ളിൽ അടുത്ത കടുത്ത പ്രണയം, കടുത്ത ഡീപ്പായിട്ടുള്ള ഒരു ബോണ്ടിങ്, പ്രണയം എന്നൊക്കെ പറയാൻ പറ്റും, ഒരുതരം ഭ്രാന്ത് പോലത്തെ ഒരു ബോണ്ടിങ് ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാരെ അങ്ങനെ അനുഭവത്തിൽ വന്നിട്ട് മനസ്സൊക്കെ പൊട്ടി, അതായത് ബ്രേക്കപ്പ് ആയിട്ട് അത് വലിയ സങ്കടമുണ്ടായിട്ട് ഇത് സമൂഹത്തിൽ ഇവരുടെ പേഴ്സണാലിറ്റിക്ക് ഒരിക്കലും കേടുവരാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുകയും, എനിക്ക് വയ്യ ജിനേഷ് ജി ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ, ഇതെനിക്ക് ആരോടെങ്കിലുമൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ട് കൺസൾട്ടേഷൻ എടുത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം 8-ലെ രാഹു അത് ദശ നടക്കുമ്പോൾ അതിൻ്റെ കേതുവിൻ്റെ അപഹാര സമയത്തായിരുന്നു 1-2 അനുഭവം വന്നപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ വരികയും ചെയ്തു. അപ്പം 8-ലെ രാഹുവിന് രാഹുർദശ നടക്കുമ്പോൾ കേതുവിൻ്റെ അപഹാര സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള, അതായത് ഉള്ളിലെ വാസനകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പല കാര്യങ്ങളും പുറമേ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, ഭയങ്കര സീക്രട്ടായിരിക്കും. സീക്രട്ടീവായിട്ടുള്ള ഒരു എക്സ്പ്ലോറിങ് രീതി, അതുപോലെ തന്നെ അൺകൺവെൻഷണൽ വേ ഓഫ് സെക്ഷുവാലിറ്റി, അതുപോലെ ഭയങ്കര ഇൻറ്റിമസിയും വളരെ പാഷനേറ്റ് ആയിട്ടുമുള്ള ലവ്. അതായത് 8th ഹൗസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഇന്നർ വേൾഡിലേക്ക് ചിന്തിക്കുന്ന ഒരു ഭാവമാണ്, വളരെ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ രാഹു നിൽക്കുമ്പം ഇന്നർ വേൾഡിൻ്റെ സ്ഥാനത്താണ് രാഹു നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ചിൽ ബേബി ആയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്, ചില ചില്ല് ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ ഈ ടെൻഡൻസി നിങ്ങളുടെ നിയന്ത്രണത്തെ വിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ഡിപ്രഷനായിരിക്കും എന്നുള്ളതും കൊണ്ട്, അതുപോലെ അപ്പം തന്നെ അത് നിമിത്തമുണ്ടാകുന്ന ആരോഗ്യനാശം നിങ്ങളെ ആ സമയത്താണ് ഈ സൂയിസൈഡൽ തോട്ടും ഒറ്റപ്പെടലും ഒക്കെ വരുന്നത്. അതിൽ നിന്ന് പുറത്തു ചാടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ കേതു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ഡെപ്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഹൗസ് ഓഫ് മണിയാണ്. അപ്പം സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടായാലും ആ ധനം ഉപയോഗിക്കാൻ വരിക, നമ്മുടെ പൂർവികരിൽ നിന്ന് കിട്ടേണ്ട സമ്പത്തുകൾ, ഇതൊക്കെ ഉണ്ടായാലും അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗം വരാതിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ ആയിട്ടൊക്കെ എപ്പോഴും ഒരു ഫ്രിക്ഷൻ. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, ധനം, ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ രീതികളുമായിട്ടൊന്നും നമ്മുടെ 8-ലെ ആഗ്രഹങ്ങൾ ചേരില്ല. മനസ്സിലാവുന്നുണ്ടോ? 8-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഹു തരുന്ന തോട്ട് പ്രോസസ്സുകളും നമ്മുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു തരുന്ന നമ്മുടെ വാക്ക്, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ പഠനം, വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ വീട്, ധനം, നിധി, നമുക്കുള്ള സമ്പത്തുകൾ, നമ്മൾ ആർജിച്ച സമ്പത്തുകൾ, ഇതൊന്നുമായിട്ടും 8th രാഹു ഈ 2-ലെ കേതുവുമായിട്ട് ചേരാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ ചലഞ്ച് ഉണ്ടാവും. നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ ക്യാരക്ടറും തമ്മിൽ ഉള്ളിൽ എപ്പോഴും ഒരു ചലഞ്ച് ഉണ്ടാകും. ഇത് നിമിത്തം, ഈ ഒരു ഫ്രിക്ഷൻ നിമിത്തം നമുക്കെപ്പോഴും ഒരു ഫിയർ, ഒരു ഇൻസെക്യൂരിറ്റി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ എവിടോട്ടെങ്കിലും പോയാലും ഒരു ഇൻസെക്യൂരിറ്റി, ചില ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അഷ്ടമത്തിലെ രാഹു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻസ് സൈഡിലുള്ള ജോലികൾക്കൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സക്സസ് ആവാം. ഇൻവെസ്റ്റിഗേഷൻ ജോലികൾ, അതുപോലെ തന്നെ റിസർച്ചുകൾ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പല ബുക്കുകൾ, റിസർച്ച് വർക്കുകൾ ചെയ്തിട്ടുള്ള പല ആൾക്കാരെയും നമുക്ക് പേഴ്സണലി അറിയാവുന്നവരുടെ ജാതകം എടുത്ത് നോക്കുമ്പം 8-ലെ രാഹുവും ഉണ്ട്. അപ്പം പക്ഷേ പല ആൾക്കാർക്ക് ഈ പറഞ്ഞത്ര ചില നെഗറ്റീവായിട്ടുള്ള ഫാൻറ്റസികളൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകം എപ്പോഴും ഈ നെഗറ്റീവ് ഫാൻറ്റസികൾ നമ്മൾ നോക്കുമ്പം അവർക്കതുണ്ടെങ്കിലും അത് അവരെ പ്രപഞ്ചം
നേച്ചർ അവരെ സപ്പോർട്ട് ചെയ്ത് അതിൽ നിന്നെല്ലാം ഇവർ നശിച്ചു പോകാനുള്ള, ഇവരെ മോശമായ തോട്ടിലേക്ക്, മോശമായ സാഹചര്യങ്ങളിലേക്ക്, ആസുരിക്കായിട്ടുള്ള പ്ലെയിനിലേക്ക് പോയി ആ ലൂപ്പിൽ പെടാതിരിക്കാൻ വേണ്ടി ഇവരെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ബലമാണ് ജാതകത്തിൽ. സർവേശ്വര കാരകത്വമുള്ള, നേച്ചറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന, ഗുരുത്വമായിരിക്കുന്ന, നമുക്കെപ്പോഴും വഴികാട്ടിയായി പ്രപഞ്ചം കാണിച്ചു തരുന്ന അനുഭവങ്ങൾ തരുന്ന വ്യാഴമാണ്. അത് ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണല്ലോ. അപ്പം നമ്മുടെ ആ ദോഷത്തെ എല്ലാം വ്യാഴം മാറ്റും. അപ്പോൾ വ്യാഴം ബലമുള്ളവർക്ക് ഇതിൽ പറഞ്ഞ പല പ്രശ്നങ്ങളും വരില്ല. അപ്പം ഈ രാഹു 8-ൽ നിൽക്കുകയും ചൊവ്വ 10-ലൊക്കെ നിന്ന് നല്ല ബലപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിലിറ്ററി അല്ല CBI പോലുള്ള അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏരിയകളിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ മാന്ത്രിക വിഷയങ്ങളും അതുപോലുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ദുർമന്ത്രവാദമല്ല കേട്ടോ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയും ഒന്നും പറയണ്ട. ദുർമന്ത്രവാദമല്ല, മന്ത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആരാധനാ രീതികളെക്കുറിച്ചുമൊക്കെ ഈ 8-ൽ രാഹു നിൽക്കുന്നവർ അന്വേഷിച്ചാൽ, റിസർച്ച് ചെയ്താൽ അവർക്ക് പഠിക്കാനും പറ്റും. അപ്പം മൊത്തത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു സാധാരണ ജീവിതത്തിൽ ആങ്സൈറ്റി ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കൊക്കെ ചൂഴ്ന്നിറങ്ങാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആ 2-ൽ നിൽക്കുന്ന കേതു പാസ്റ്റ് ലൈഫ് ഡെപ്താണ്. അപ്പോൾ ആ ഏരിയകളിൽ കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് ചേർത്തുകൊണ്ട് ഈ 8-ലെ രാഹുവിൻ്റെ മോശം കാര്യങ്ങളൊക്കെ മാറ്റി റിസർച്ചും ഫോക്കസ്ഡ് ആയിട്ടും നല്ല രീതിയിൽ ആ ഭാഗത്തൂടെ പോയാൽ നമുക്ക് നന്നാവും. കാരണം ജീവിതം മരണത്തിലേക്കുള്ളൊരു യാത്രയാണ്. മരണഭാവത്തിൽ രാഹു നിൽക്കുമ്പം നിങ്ങൾക്ക് ഒരു അന്വേഷണ ത്വരയുണ്ടാവും. അഷ്ടമം മരണസ്ഥാനമാണ്. ഏറ്റവും വലിയ രഹസ്യമാണ് മരണം. അപ്പം ആ അഷ്ടമം തരുന്ന ഒരുപാട് രഹസ്യ വിഷയങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ബ്രെയിനുമായിട്ട്, അല്ലെങ്കിൽ നേച്ചർ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ വാതിലുകളെല്ലാം തുറന്നു വരുന്ന ഒരു അനുഗ്രഹവുമായിട്ട്, അങ്ങനത്തെ ഒരു കോൺഷ്യസ്നെസ്സുമായിട്ടായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. അതിനെ, ഈ വിധിയെ, ഈ ജീവിതത്തെ, കഴിവുകളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട്, റിസർച്ചുകൾക്കായിട്ട്, പുതിയ കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ കോൺട്രിബ്യൂഷൻസിന് വേണ്ടി ഉപയോഗിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് സ്ട്രെസ് അടിച്ച് ജീവിതത്തിൻ്റെ പരാജയപ്പെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ സമയം അങ്ങ് പോവും, പാഴായിപ്പോവും, പ്രായം പോവും, സമയം പോവും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിന് പോയിട്ട് ഡിപ്രഷനായിട്ട് ആവശ്യമില്ലാതെ നല്ലൊരു ജന്മം പാഴാക്കാതെ മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. 2-ാം ഭാവം എന്ന് പറയുമ്പം മന്ത്രസ്ഥാനവും കൂടെ ആയതുകൊണ്ട് പൂർവ്വജന്മത്തിൽ ചെയ്ത മന്ത്രസമ്പ്രദായം നിങ്ങൾക്ക് വന്നു ചേരാം. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോവുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.